കരയല്ലേ പിണങ്ങലെ കുട്ടൻ്റെ ലപ്പം വരുമ്പോ ചക്കര കൊണ്ടോരും എത്രയും പെട്ടെന്നൊരു വാഷിംഗ് മെഷീൻ മേടിച്ചില്ലെങ്കിൽ എന്റെ രാഷ്ട്രീയ ജീവിതം മുഴുവൻ തുണി അലക്കി തീരുമല്ലോ ദൈവമേ. ഇതെന്തപ്പത് പുണ്യതിപ്പോ എനിക്ക് തുണിയൊന്നും വിരിക്കണ്ടേ? അപ്പൊ ഇതൊക്കെ വാവന്റെ തുണിയാ. വാവേന്റെ തുണിയാന്ന് പറഞ്ഞാൽ വാവ അല്ലാത്തവരുണ്ട് ഇവിടെ. അവർക്ക് തുണിയാണ് ഇവിടെ വിരിക്കുക. ആകെ 2-3 ഷർട്ട് എനിക്കുള്ളത്. അതെ, വാവ മിനിറ്റിന് മൂത്രം കഴിക്കണേ. അപ്പൊ അതൊക്കെ കഴിയിട്ട് വിരിക്കണം. ഇനിയുണ്ട് ഒരുപാട് വിരിക്കാൻ. എടാ ഉണങ്ങിയ തുണി ഉണ്ട്, 4 വിരിച്ചാൽ മതി. അത് ഉണങ്ങുമ്പോ അടുത്ത് തിരുമ്പിയപ്പോ അത് പറ്റൂല. അമ്മാവൻ വേറെ എവിടെയും കൊണ്ടിട്. പക്ഷെ എന്തൊരു കഷ്ടം. ഒന്ന് നീക്കാൻ അങ്ങോട്ട് വിരിക്കടാ. എന്താ അറിയോ, അമ്മാവന്റെ തുണി അടുത്ത് കിടക്കുമ്പോ ആ തുണികൾക്കൊരു ധൈര്യം ഉണ്ടാവും. അത്ര ധൈര്യം എന്റെ കുട്ടിക്ക് വേണ്ട. അമ്മാവൻ വേറെ എവിടെയും കൊണ്ടിട്. ഇനി ഇവിടെ സ്ഥലമില്ല, ഈ അയലിൽ ഇനി സ്ഥലമില്ല. ഓ ഇനിയുണ്ട് അലക്കാൻ. ഇത് ഇനിയിപ്പോ ഞാനവിടെ കൊണ്ടുപോയിടും. അമ്മാവാ, ഇവിടെ പറമ്പിൽ ഒരുപാട് സ്ഥലം ഉണ്ടല്ലോ. എവിടെയെങ്കിലും ഒരു അയ കെട്ടിട്ട് അവിടെ കൊണ്ടുപോയിട്. പുണ്യേ, ആ വക പണിയൊക്കെ നീ ചെയ്താലടാ വൃത്തിയാവുള്ളോ. ആര്? ഞാനാ? എവിടെയെങ്കിലും ഒരു അയല കെട്ടിയതാ. അതെ, അമ്മാവന്റെ തോന്നലാണ്. അമ്മാവന്റെ കയ്യില് വളർന്നു കഴിഞ്ഞു പോലെ ഒരു അയല കെട്ടിന്ന് വെച്ചിട്ട്. അല്ലടാ പുണ്യ, ഈ തുണിയൊക്കെ ഇപ്പൊ നീയാണോ കഴിയത്? ഞാൻ തന്നെ. കുമാരിയോട് ഞാൻ പറഞ്ഞു ഞാൻ തന്നെ കഴിക്കോളാന്ന്. എന്റെ കുട്ടിയുടെ തുണിയല്ലേ, എനിക്കിഷ്ടമാണ്. അവളുടെ ഭാഗ്യം. അപ്പൊ ഇതൊക്കെ നീയാണ് ഇപ്പൊ ചെയ്യണല്ലേ? അല്ലടാ, നീ ഈ വക പണിക്കൊക്കെ നിന്നപ്പോ ഈ പറമ്പിലെ പണിയും തൊഴുത്തിലെ പണിയൊക്കെ പറ ചെയ്യാ. അമ്മാവൻ ചെയ്യോ? അതും ഞാൻ തന്നെ ചെയ്യും. കൃഷി പരിപാലനം, പശുപരിപാലനം, ശിശുപരിപാലനം 3 പുണ്യ. എന്നാ അതില് പങ്കി പരിപാലനം എന്ന് പറഞ്ഞിട്ട് ചേർക്കാൻ പറ്റുമോ? അതിന്റെ ലിസ്റ്റിലില്ല കേട്ടോ. അതിന് വെച്ച വെള്ളം അമ്മാവൻ ഇറക്കി വെച്ചോ. എടാ, എനിക്ക് ആകെ ഈ 4 ഷർട്ടുള്ളത്. നാളെ പോകുമ്പോ ഇടണ്ടാണ്. ഇതൊന്നും എവിടെയും തോരടണ്ടേ? അപ്പൊ അമ്മാവനോട് ഞാൻ മലയാളത്തിലല്ലേ പറഞ്ഞത്. ഈ പറമ്പിൽ ഇനി ഒരുപാട് സ്ഥലം ഉണ്ട്. പറമ്പിന് സ്ഥലം വെച്ചിട്ട് അയല വേണ്ടേ? അതില് കെട്ടണം. ഇനിയുണ്ട് ഒരുപാട് വാവയുടെ തുണി കഴുകാൻ. ഒക്കെ കഴുകണം. ഞാനിപ്പോ ഈ ഷർട്ട് എവിടെ കൊണ്ടുപോയി ഉണക്കും ദൈവമേ. ഇതെന്താ കുട്ടി മിണ്ടാണ്ട് വന്ന് പുറകിൽ ഉറക്കം വിളിക്കണേ? ഇടയ്ക്കൊക്കെ അങ്ങോട്ടൊക്കെ ശ്രദ്ധിച്ചൂടെ? അപ്പുണ്ണേട്ട ഇത് എന്താ പണിത് വെച്ചേക്കുന്നത്? ചൈന വൻപതിലാ. ഇതേ മൊത്തം അവൻ കരാറെടുത്തിരിക്കുക. എന്റെ 2 ഷർട്ട് ഉണക്കിട്ട് ഒന്ന് തോരടാ ഒരു സ്ഥലം തരില്ല എന്നാ പറഞ്ഞത്. ഒക്കെ വാവയുടെ തുണിയാ. എടാ പുണ്യ, ഞാനിപ്പോ എവിടെയാടാ ഈ ഷർട്ട് കൊണ്ടുപോയെന്ന് ഉണക്കൊരു വഴി പറയടാ. അതെ, ഇനി അങ്ങോട്ട് വാവയുടെ തുണി അലക്കണ സമയം നോക്കിയിട്ട് ബാക്കിയുള്ളവരെ അലക്കാൻ നോക്കിയാൽ മതി. അതെ, ഏതാ സമയം? അതിപ്പോ പറയാൻ പറ്റുമോ? വാവ 10 മിനിറ്റിൽ 3 പ്രാവശ്യമൊക്കെ മൂത്രം ഒഴിക്കണേ. അപ്പൊ മൂത്രം ഒഴുകി നോക്കിയിട്ട് ഷർട്ടും പിടിച്ച് ഇങ്ങനെ നിൽക്കേ. അപ്പൊ ഞാനൊരു കാര്യം പറഞ്ഞില്ലേ, ഈ പറമ്പിൽ ഇത്രയും സ്ഥലമുണ്ട്, ഇത്രയും മരങ്ങളുണ്ട്, അവിടെ ചൂടിയിരിക്കുന്നുണ്ട്, നല്ല വെയിലുണ്ട്. ഒന്ന് കെട്ടിയാ പോരോ അയല്? ഇതിവിടെ ഇങ്ങനെ കഥാപ്രസംഗം പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ നിനക്കിത് ചെയ്യാറുന്നല്ലോ. ഒരു ഉണ്ണിമാമ ഇവിടെ വരുന്നുണ്ട് വീട്ടിൽ. അപ്പൊ ഇത്തിരി സൗകര്യങ്ങളൊക്കെ വേറെ വേണം. അപ്പൊ സ്ഥിരം അയല പോരാച്ചിട്ട് വേറൊരു അയല നിനക്കങ്ങോട്ട് കേട്ടായിരുന്നു. അതെ, ഉണ്ണിമാവയുടെ പെട്ടെന്ന് കൊണ്ട് അലക്കിടാളാ. അതാണ് ഇവിടെ തന്നെ. ബാക്കിയുള്ള ഇഷ്ടംപോലെ സ്ഥലം. അമ്മാവന് കൂടുതൽ വർത്താനം പറയാൻ നിൽക്കണ്ട കേട്ടോ. ഒരു 2 ഷർട്ട് ആയിട്ട് നടക്കുക. അമ്മാവാ, അമ്മാവനൊരു കാര്യം ചെയ്യും, മുറി കൊണ്ടുപോയി ഫാനിന്റെ ചോട്ടിലിടും. അപ്പൊ ഉണങ്ങിക്കോളും. എന്നിട്ട് വേണം ചേച്ചി ഫാൻ ഓഫ് ചെയ്യടാ, കറണ്ട് ബില്ല് കൂടുന്നു പറഞ്ഞിട്ട് വേറെ ഉണ്ടാക്കാനായിട്ട്. ഒന്നാമത്തെ അത് മാത്രമല്ല കുട്ടി, ഇത് വെയിലത്തിട്ട് ഉണക്കണം. ഇത് മറ്റേ കോട്ടൺ തുണിയല്ലേ, ഇത്തിരി കട്ടിയുള്ളതാണ്. അതാണിപ്പോ ഞാൻ എന്തെന്നപ്പോ ഇതിന് പറയാ. അമ്മാവാ, അമ്മാവന് തുണി വിരിക്കാനുള്ള സ്ഥലം ഞാൻ കാണിച്ചു തരാം. അതേതാ സ്ഥലം? അതൊക്കെ കാണിച്ചു തരാന്നേ. പഴയ തലമുറയെ പുതിയ തലമുറയ്ക്ക് വേണ്ടി വഴിമാറി കൊടുത്താന്ന് കരുതിയാ മതി. ആ കൂറത്തുണി എടുത്തോ. കൂറത്തുണിയല്ല, കോട്ടൺ തുണി. ആ കോട്ടൺ തുണി എടുത്തോ. ബാ, കൂറത്തുണി. നടക്ക്. ഇങ്ങോട്ട്. ഒരു പോങ്ങന അമ്മാവനാ. ഒരു പണി, ഒരു അയല് കെട്ടാനേ മടിയാണ്. അതിനാ പെണ്ണെ കൊണ്ട് ഇങ്ങനെ. അതിപ്പോ ഞാൻ കെട്ടിക്കൊടുത്താ കൊണ്ട് ഇട്ടോളും. അങ്ങനെ കൊണ്ടിടണ്ട. അല്ല, പാട്ടുപാടി ഉറക്കാം ഞാൻ താമര പൂമ്പൈതലേ. കേട്ടു കേട്ടു നീയുറങ്ങൻ കരളിൻ്റെ കാതലേ, കരളിൻ്റെ കാതലേ. ആരിരാരോ രാരിരോ
അമ്മമാര് പ്രസവിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാ പെണ്ണുങ്ങളും പാട്ടുകാരാ. ആ നീ ഈ കൊച്ചുണ്ടാവുന്നതിന് മുമ്പ് എത്ര പാട്ട് പാടിയിട്ടുണ്ടാവും? ആ അതാണ് മക്കളുണ്ടായി കഴിഞ്ഞാലേ പിന്നെ എല്ലാ അമ്മമാരും പാട്ടും പാടും ഡാൻസും കളിക്കും. ഇവൻ ഇനി നിന്നെ കൊണ്ട് എത്ര ഡാൻസ് കളിപ്പിക്കാനിരിക്കുന്നത്. 3 മക്കളെ വളർത്തി വലുതാക്കിയില്ലേ മോളെ അമ്മ. എന്തോരം പാട്ട് പാടിയിരിക്കുന്നു. ആണോ? ആ നീ 2 ദിവസം കൊണ്ട് കഴിഞ്ഞോട്ടെ, ചിത്രേക്കാൾ നന്നായിട്ട് ഞാൻ പാടും. ഉറങ്ങിയാ? ഒച്ചുണ്ടാക്കരുത്, സംസാരിക്കരുത്, അവൻ ഉണരും. അപ്പൊ എനിക്ക് എന്തെങ്കിലും പറയണ്ടെങ്കിൽ എങ്ങനെ പറയും? എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞാ മതി കേട്ടാ. നീ ഇവിടെ ഇരുന്നോ, പണിയൊന്നും ചെയ്യണ്ട, ഇവനെ നോക്കിയാ മതി. ഒച്ചുണ്ടാക്കരുത്. ഇല്ലമ്മേ. അമ്മ പോട്ടെ, നോക്കണോട്ടാ. അത് കാട്ടിക്കൊടുത്താ മതി. അമ്മ പാലിന്റെ ഏകാന്ത ചന്ദ്രികേ തേടുന്നതെന്തിനോ, കുളിരിനോ കൂട്ടിനോ, എന്റെ കരളിലെ പാട്ടിനോ. ഏകാന്ത മിണ്ടാണ്ടിരിക്കണം നിന്റെ ഒരു ഏകാന്ത ചന്ദ്രിക. അമ്മ ഞാൻ നന്നായിട്ട് പാടിയില്ലേ? നിന്റെ പാട്ടിന്റെ നിലവാരമൊക്കെ ഞാൻ പിന്നെ പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഒരു കുഞ്ഞിവിടെ കിടന്ന് ഉറങ്ങണ നീ കണ്ടില്ലേ? ഞാൻ കണ്ടില്ല. ആ എന്നാ പിന്നെ അവൻ ഉറങ്ങുമ്പോൾ ഞാൻ നിന്നെ വിളിച്ചിട്ട് കാണിച്ചു തരാടാ. അപ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഇവിടെ ഒരു കുട്ടി ഉണ്ട് എന്നുള്ള ബോധം നിനക്ക് എപ്പോഴും വേണം. നീ അതിന്റെ അച്ഛനാണ്, മനസ്സിലാവണ്ട. നീ പഴയ പോലെ ബഹളവും പാട്ടും ഒന്നും വേണ്ട. അമ്മ ഞാൻ ഇന്നലെ പാടിയപ്പോ കുട്ടി ഉറങ്ങിയല്ലോ. മിണ്ടാണ്ടിരിക്കട്ടെ ദൈവമേ, നീ ഇനി പാടണ്ട. ആ പറമ്പെന്ന് പാടിക്കൂടെ? എവിടൊന്നും പാടണ്ട. എന്നാ വേണ്ട, ആ ഞാൻ പാടൂല. ഈ പരിസരത്തൊന്നും ഒരു അനക്കം കേക്കരുത്, അനക്കം, മനസ്സിലാവണ്ട. ആ അല്ല അമ്മ തിന്നാനെന്താളെ? മിണ്ടല്ലോടാ, ഒന്നുമില്ല. അതെ, തിന്നാടുക്കണേന്റെ അനക്കം കേട്ടിട്ട് വേണം ഇനി കുട്ടി ഉണരാനായിട്ട്. അപ്പൊ എന്താ തിന്നുക? നീ പറമ്പിൽ ചെന്ന് 2 മാങ്ങ പൊട്ടിച്ചു തിന്നോ. എന്തൊരു കഥയാണ്, ഒരു കുട്ടി ഉറങ്ങുന്ന കാരണം കൊണ്ട് തിന്നാനും പാടില്ല, ഒച്ചുണ്ടാക്കാനും പാടില്ല പറഞ്ഞ. അങ്ങനെ തന്നെയാണ്, ഇനിയൊക്കെ അവന്റെ സൗകര്യത്തിന് മതി. മതി. ഹലോ 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 അമ്പിളിക, എന്റെ അമ്പിളിക എനിക്കൊന്നും കേൾക്കുന്നില്ല. ഹലോ, ഒന്ന് റേഞ്ച് ഉള്ളിടത്ത് നിൽക്കണ്ട അമ്പിളിക. അത് ഞാൻ റേഞ്ച് ഉള്ളിടത്താ. അമ്മ അമ്പിളിക, ഹലോ അമ്പിളിക, ഞാൻ അമ്മയുടെ കൊടുക്കാട്ടോ. പിന്നെ വിളിക്കടാ. അല്ല അമ്മ എന്തിനാ ഫോൺ കട്ട് ചെയ്തേ? മിണ്ടല്ലേ. എന്താന്ന് അതിന് നിന്റെ ഒച്ച കേട്ടാതെ ഞെട്ടിയുള്ളല്ലേ? അതെ, ഇനി ഇവിടെ പാട്ടും പാടാൻ പാടില്ല, ഭക്ഷണം കഴിക്കാൻ പാടില്ല. എന്താ ഭക്ഷണം കഴിച്ചാല്? ചവക്കണോ ചേട്ടാ, കുട്ടി ഉണരുന്നു. അമ്മ സോറി, ഞാനത് ഓർത്തില്ല പെട്ടെന്ന്. ആ നിനക്കേ അമ്പിളിയോട് സംസാരിക്കണമെങ്കിൽ മുറിയിൽ പോയിരുന്ന് വാതിലടച്ചിരുന്ന് സംസാരിക്കാം. അല്ലെങ്കിൽ വേണ്ട, മെസ്സേജ് അയച്ചാൽ മതി. പിന്നെ ഒരു കാര്യം, ആ മെസ്സേജ് അയക്കുമ്പോൾ ടിങ് ടിങ് ഒച്ച കേൾക്കൂലേ, അത് ഓഫാക്കി വെച്ചോളുണ്ട്, മനസ്സിലായ? എന്നാ പോവാ നോക്ക്. ഒച്ച ഉണ്ടാക്കാണ്ട് പതുക്കെ പോ. കൊക്ക് നടക്കണ പോലെ ഉണ്ടല്ലോ അമ്മേ. ദൈവമേ, അപ്പുണ്ണി നിന്റെ നന്ദിനോടും രമണിയോടും ഒച്ച ഉണ്ടാക്കാതിരിക്കാൻ പറയും. ഇല്ലെങ്കിൽ ഞാൻ വല്ല തുണിയും വായിൽ കുത്തി കയറ്റി അത് കിട്ടുങ്ങളുടെ. അമ്മ അവരോട് ഞാൻ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കുക? എങ്ങനെയെങ്കിലും പറഞ്ഞു മനസ്സിലാക്ക്, ഇല്ലെങ്കിൽ നിനക്ക് കിട്ടൂട്ടാ. ആ അച്ഛമ്മടെ മുത്തറിയും തോന്നുന്നു.
അതെ, രണ്ടാളും കൂടി ഒരു കാര്യം ഞാൻ പറയാം. സീതാലക്ഷ്മി പുതിയ ഉത്തരവൊക്കെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ആരും ശബ്ദം ഉണ്ടാക്കാൻ പാടില്ല അത്ര അവിടെ. കുട്ടിക്ക് ശല്യാവുന്ന പറയണേ, പാവയ്ക്ക് കേട്ടോ. അപ്പൊ അതുകൊണ്ടേ രണ്ടാളും കരയാനൊന്നും നിൽക്കണ്ട, കേൾക്കണ്ട പറയണേ. നന്ദിനിയെ, രമണിയെ, കരയരുത് കേട്ടോ രണ്ടാളും. കരഞ്ഞാൽ സീതാലക്ഷ്മി വന്നിട്ടേ രണ്ടിനെ അടിക്കും, എന്നെയും ചീത്ത പറയും. എല്ലാരോടും ശബ്ദം ഉണ്ടാക്കരുതെന്നാ പറഞ്ഞിരിക്കണം കേട്ടോ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലേ ഞാൻ അങ്ങോട്ട് വന്നോളും, ഞാൻ വന്ന് സാധിച്ചു തരൂ കേട്ടോ. കരയരുതേ, അങ്ങനെ തിന്നിങ്ങനെ ഇരുന്നാൽ മതി രണ്ടാളും. ഞാൻ വരാം. കേട്ടിട്ടുണ്ടോ? നിന്നോട് കൂടിയേ പറഞ്ഞ കേട്ടോ, നന്ദിനോട് മാത്രമല്ല. ഇതൊക്കെ എവിടെ പോയി കിടക്കുന്നു? ആങ്ങളെ, ഓ ചത്തോ അതിനകത്ത് കിടന്ന്. വിളിച്ചെന്ന് തൊണ്ട പൊട്ടിയാലും കേക്കിയല്ല അകത്തുള്ള മനുഷ്യര്. ആങ്ങളെ, ആങ്ങളെ, നാത്തൂനെ, ഇതൊക്കെ എവിടെ പോയി കിടക്കുക? ആങ്ങളെ, എടീ നാത്തൂനെ. എന്താ നാത്തൂനെ ഇത്? എന്തിനാ ഇങ്ങനെ കിടന്ന് ഒച്ചയിടുന്നത്? ആങ്ങളെ നാത്തൂനെ ലേലത്തിൽ പിടിക്കാൻ വന്നാണോ? അത് ശരി, എന്റെ തറവാട്ടി വന്ന് എന്റെ ആങ്ങളയോട് സംസാരിക്കുന്നതിന് വല്ലയിടത്തും വലിഞ്ഞു കയറുമെന്ന് നീ എന്നെ ചോദ്യം ചെയ്യുന്നോ? ആങ്ങളെ വിളിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പിന്നെ ഇങ്ങനെ കിടന്ന് ഒച്ചയിടുന്നത് എന്തിനാന്ന് ചോദിച്ചല്ലേ ഉള്ളൂ. അകത്തൊരു കുഞ്ഞു കിടന്ന് ഉറങ്ങുന്നു. അയ്യോ, നിന്റെ മോൻ അപ്പുണ്ണി പോത്തുപോലെ പറഞ്ഞ നിന്റെ മകൻ അപ്പുണ്ണിയാണോ? ഞാവ അപ്പുണ്ണിയല്ല, അപ്പുണ്ണിയുടെ കുഞ്ഞു വന്നിട്ടുണ്ട്, അത് കിടന്ന് ഉറങ്ങുവാന്നാ പറഞ്ഞേ. അയ്യോ, അറിഞ്ഞായിരുന്നേ പെങ്ങളെ. ഇതെപ്പം വന്ന്? വേണ്ട വേണ്ട, കൂടുതൽ സോപ്പൊന്നും വേണ്ട കേട്ടോ. എന്താ പെങ്ങളെ അങ്ങനെ പറഞ്ഞത്? അല്ല, നിങ്ങളെല്ലാരും കൂടി ആലോചിച്ച് കുഞ്ഞിനെ കൊണ്ടുവന്നപ്പോ എന്നെ മാത്രം ഒഴിവാക്കി അല്ലേ? അയ്യോ, ഞങ്ങളാരും പോയി വിളിച്ചോണ്ട് വന്നല്ലെന്ന്. പിന്നെ കുഞ്ഞ് തനിയെ നടന്ന് അപ്പൂപ്പാന്ന് പറഞ്ഞ് കയറി വന്നോ? എന്റെ പൊന്നു നാത്തൂനെ ഞങ്ങളാരും പോയില്ല. അപ്പുണ്ണി തന്നെ പോയി കുമാരിയും കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ടു വന്നതാ, അല്ലാതെ നാത്തൂനെ മനഃപൂർവ്വം ഒഴിവാക്കിയതൊന്നും അല്ല. അഥവാ ഇനി അവൻ അങ്ങനെ പറഞ്ഞാൽ തന്നെ നിങ്ങൾ എന്തേലും സമ്മതിച്ചു കൊടുത്തു? അപ്പൊ ഈ കാരണവന്മാർക്കൊന്നും ഒരു വിലയില്ലേ? പെങ്ങളെ, ഇപ്പൊ പഴയതുപോലെ കാരണവന്മാർക്കൊന്നും യാതൊരു വിലയില്ലെന്നും. അതെന്തുകൊണ്ടാണെന്നറിയാവോ? നേരത്തെ മുതല് മക്കള് പറയുന്നതിനെല്ലാം സമ്മതിച്ച് നമ്മുടെ വില അങ്ങ് നഷ്ടപ്പെട്ടു. അത് തന്നെ കാര്യം. അതൊക്കെ പോട്ടെ എന്റെ നാത്തൂനെ, ഇപ്പോഴത്തെ കാലത്ത് ഇനിയിപ്പൊ ചടങ്ങുകൾക്കൊന്നും വലിയ കാര്യമൊന്നുമില്ലെന്നേ. അത് നിനക്ക് ഈ ബാലാമണി അമ്മ ജീവിച്ചിരിക്കുമ്പം കൊട്ടിലെ പാട്ട കാര്യങ്ങളെല്ലാം ചടങ്ങായിട്ട് നടക്കണം. അത് എനിക്ക് നിർബന്ധമുണ്ട്. ചടങ്ങൊക്കെ നമുക്ക് ഇനിയും നടത്താം പെങ്ങളെ. ബഹളം കെട്ട് കൊച്ചോളന്ന് കാണും. ബാബങ്ങളെ വന്ന് കുഞ്ഞിനെ കാണു. എനിക്ക് കാണണ്ട. ഉണ്ടോ? അയ്യോ, അങ്ങനെ പറയാതെ, കൊച്ചിനെ വന്ന് കാണു. ആണല്ലേ? പിന്നെ അപ്പുണ്ണിയുടെ കൊച്ചിനെ കാണാതെ നാത്തും കുറച്ച് പോവും. വന്ന് കാണും. പിന്നെ സങ്കടം വരാതിരിക്കുവോ? അല്ല കുഞ്ഞാവേ, ഇത് അപ്പച്ചി വന്നിരിക്കുന്നുണ്ട്. കണ്ണു തുറന്ന് അപ്പച്ചോട് പിണങ്ങി. ഇപ്പൊ അപ്പച്ചി മുത്തിനെ കാണാൻ വന്നു. മുത്തനാകുമ്പോ അപ്പച്ചി കാണാൻ പറ്റുമോ? എവിടെ? ഇല്ലല്ലേ. വരുമെന്ന് പറ. വരുമോ? എവിടെ? ശ്രദ്ധിക്കുന്നത് പോലും ഇല്ല. ഉറങ്ങി പോയപ്പച്ചി. ശ്രദ്ധിക്കുന്നത് പോലും. കാണാൻ പറ്റണ അപ്പച്ചിനെ. തുറന്നല്ലോ, കണ്ടു തന്നല്ലോ. അപ്പച്ചി, അതാണ് അപ്പച്ചി. കേട്ടിട്ടില്ല അപ്പച്ചിയെ പറ്റി? പങ്കരിയാണ്, കുശുംബിത്തിയാണെന്നൊക്കെ. എവിടെ കേൾക്കുന്നില്ല. കേട്ടിട്ട് കൊടുത്തോ. അപ്പച്ചിയെ കാണാൻ വരണേ. എന്റെ പൊന്നിനെ കാണാനല്ലേ അപ്പൊ ജോടി വന്നത്. എണീക്കല്ലേ. ഒപ്പോടോ. ചൂടെടുക്കുന്നുണ്ടതാ. നല്ല ഉറക്കായി. അപ്പച്ചി, തലേ ദിവസം രാത്രി അപ്പുണ്ണിയേട്ടൻ പറഞ്ഞത് ഇങ്ങോട്ട് വരണ കാര്യേ.
അല്ല എന്ന് വെച്ചിട്ട് ഞങ്ങൾ നേരത്തെ തീരുമാനിച്ചതായിരുന്നു ഇങ്ങനെ ചടങ്ങൊന്നും വേണ്ട, ഇവിടെ അടുത്തല്ലേ ഇങ്ങോട്ട് വന്നാ പോരേന്ന്. അല്ലെങ്കിൽ ഈ ചടങ്ങിനൊന്നും ഒരു ആവശ്യമില്ലടി. ഇതൊക്കെ എന്നാ കാര്യത്തിനാ? ഇനി ഈ ചടങ്ങിന്റെ സമയത്ത് ആരെങ്കിലും ഒന്ന് വിളിക്കാൻ വിട്ടുപോയെങ്കിലോ തീർന്നു, പിന്നെ അത് വലിയ പ്രശ്നമായി. അതാ അപ്പച്ചി, പക്ഷെ ഇപ്പഴും പരാതിയാ ചടങ്ങ് നടത്തിയില്ല പറഞ്ഞിട്ട്. പോവാൻ പറയന്മാരോടൊക്കെ. അല്ല അപ്പച്ചിയെ പോലെ എല്ലാരും മനസ്സിലാക്കില്ലല്ലോ. അത് ശരിയാ, അതാ പ്രശ്നേ. എന്നെപ്പോഴും വിവരമുള്ളവർക്ക് പറഞ്ഞാൽ മനസ്സിലാവും. അതെ, അത്രേ ഉള്ളൂ. സുന്ദരക്കുട്ട ആപ്പത്തിന്റെ മുത്തേ എവട്ടെ പൊന്നുവേ ദൂരത്തില. രാത്രിയിൽ എണീക്കോളൂ. രാത്രി എണീറ്റ് വെറുതെ കരയും. അടി എടുത്ത അടി 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 അടി. രാത്രി പകല് മുഴുവൻ എന്നാ പണി? പിന്നെ ഉറങ്ങും. രാത്രി കക്കാൻ പോണോ? കക്കാൻ പോണോ രാത്രി? അപ്പച്ചി ആ അപ്പച്ചി കുഞ്ഞിനെ കാണാൻ വന്നാ? ആ അപ്പച്ചി കുഞ്ഞിനെ കാണാൻ ഇങ്ങോട്ട് വരാതെ കുഞ്ഞ് അങ്ങോട്ട് വരികയല്ലോ അപ്പച്ചിയെ കാണാൻ. അപ്പച്ചി നോക്കിക്കോ, അവനൊന്ന് വലുതായിക്കോട്ടെ, അവൻ സൈക്കിൾ എടുത്തിട്ട് അങ്ങോട്ട് വരും. ഒരു പിന്നെ നീ അത്ര പ്രാവശ്യം അപ്പച്ചിയെ കാണാൻ അങ്ങോട്ട് വന്നിരിക്കുന്നത്. അപ്പച്ചി ഇങ്ങോട്ട് വന്നാലല്ലേ ദർശനം തരൂ. അപ്പച്ചി ഇവിടെ ഈ തൊഴുത്തും പശുക്കളൊക്കെ ഉള്ളതല്ലേ? ഈ പോട ഇറക്കാം അവിടെ. നിനക്ക് ഈ തൊഴുത്തും പശുക്കളും ഉള്ളവരാരും വെളിയിലോട്ട് ഇറങ്ങി ഒരു കാര്യം ചെയ്യാറില്ല. ഈ അപ്പച്ചിയുടെ ഒരു കാര്യം, ആ അച്ഛന്റെ കുഞ്ഞുമോനെ അറിഞ്ഞോ? ഇതെന്നാ കാണിക്കാൻ പോവാ പുണ്ണി? ഞാൻ കുഞ്ഞിനെ എടുക്കാൻ പോവാ. നീയോ? ആ എടാ അപ്പുണ്ണി, ഇത് കഴുത്തുറയ്ക്കാത്ത കുഞ്ഞ്. അതിനെടുത്ത് നിന്റെ കയ്യിൽ നിന്ന് താഴെ പോയാൽ എന്ത് ചെയ്യും? അത് ഞാൻ എടുക്കാറുണ്ട്. നീ എടുക്കാറുണ്ട്. ഒരു 5-6 മാസം കഴിയുമ്പോ നിനക്ക് എടുക്കാം. ഇപ്പൊ എടുക്കണ്ട കേട്ടോ. അപ്പച്ചി അപ്പുണ്ണിയെന്നെ എടുക്കും. എടി അവൻ എടുക്കും, എനിക്കറിയാം. പക്ഷെ 5-6 മാസം കഴിയട്ടെ. ഇത് നന്ദിനി രമണിയൊന്നും അല്ലല്ലോ, ആണോ? എന്നാ നോക്കുന്നേ? ഇനി കുഞ്ഞിനെ എങ്ങാനും നീ തൊട്ടെന്ന് ഞാൻ അറിഞ്ഞ നിന്റെ ആ കൈ രണ്ട് ഞാൻ വിട്ടു. ആ ചക്കടമുത്തേ അച്ഛക്കാൻ വന്നു. അപ്പച്ചി സമ്മതിച്ചൂല. അപ്പച്ചി അപ്പുണ്ണിയെന്നെ എടുക്കാറുണ്ട്. എടി എടുക്കാറുണ്ട്, എനിക്കറിയാം. പക്ഷെ ഇപ്പൊ ഈ കുഞ്ഞല്ലേ, അതിന്റെ കഴുത്തുറച്ചിട്ടുണ്ടോ? അവന് വെപ്രാളവും ബഹളവും കൂടുതലുമോ? അവൻ എടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും നമ്മൾ ഈ പ്രായത്തിൽ നമ്മൾ ശരിക്കും സൂക്ഷിക്കണം. അതാ അപ്പച്ചി അങ്ങനെ പറഞ്ഞ. അല്ലാതെ അവൻ ആ കുഞ്ഞിന്റെ അച്ഛനല്ലേ, അവനെടുക്കരുതെന്നാണോ അതിന്റെ അർത്ഥം? അല്ല, അവൻ എടുത്തോട്ടെ. അതിനൊക്കെ ഒരു ഇതില്ലേ, പൊടി കുഞ്ഞല്ലേ ഡി പുത്തരേ. ഓ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു. വെക്കുന്നുണ്ടോടാ കുട്ടാ മുത്തേ? ഞാൻ പറഞ്ഞ എന്തെങ്കിലും മനസ്സിലാവണ്ട നന്ദിനിക്ക്? ഇവിടെ എന്റെ കുട്ടീനെ എടുക്കാൻ ആരും സമ്മതിക്കണില്ല. എല്ലാവർക്കും പേടി. അപ്പൂന്റെ എടുത്ത കുട്ടി താഴെ വീഴുത്ര. നന്ദിനിക്ക് ഓർമ്മയുണ്ടോ? നന്ദിനിയൊക്കെ ഞാൻ ചെറുപ്പത്തിൽ ഒരുപാട് എടുത്തോണ്ട് നടന്നുണ്ട്. ഇത് നന്ദിനി വീണുണ്ടോ? ഇല്ലല്ലോ. അവക്കൊന്ന് പറഞ്ഞു കൊടുക്ക് അപ്പച്ചനോടും അമ്മയോടും ഒക്കെ. എന്റെ കുട്ടീനല്ലേ ഞാൻ എടുക്കുക, വേറെ ആരെയും കുട്ടീനല്ലല്ലോ. നിങ്ങൾ തിന്നിരുന്ന എന്റെ വിഷമൊന്നും കേൾക്കണ്ട കേട്ടോ. ഇപ്പോഴും തിന്നാ മതി നിങ്ങൾക്ക്. തിന്നു. അപ്പുണ്ണിയേട്ടാ എന്തേ? ഒന്നുമില്ല. ഒന്നുമില്ലാട്ടോ അങ്ങനെ ഇരിക്കണു. കുഞ്ഞവിടെ? കുഞ്ഞിനെ അപ്പച്ചി ഓർക്കണു. ഞാൻ എടുക്കുന്ന കരുതിയിട്ടല്ലേ ഇങ്ങോട്ട് കൊണ്ടുവരാഞ്ഞേ? എന്താ ഈ പറയണേ? ഒക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്ത്? ഞാൻ കുഞ്ഞിനെ എടുക്കാൻ പാടില്ല, എല്ലാരും ദേഷ്യപ്പെടുക. അപ്പച്ചി പറഞ്ഞിട്ടില്ലേ ഞാൻ കുഞ്ഞിനെ എടുത്താ കുഞ്ഞ് വീഴൂത്രേ. അപ്പുണ്ണിയേട്ടാ കുഞ്ഞെന്ന് പറഞ്ഞ തീരെ കുഞ്ഞു വാവയല്ലേ, അവർക്ക് അങ്ങനെ കരുതലുള്ളതുകൊണ്ട് പറയണതാ. എന്നാലും എന്തിനാ അപ്പച്ചി അങ്ങനെ പറഞ്ഞേ? അപ്പച്ചി ഒന്നും ഉദ്ദേശിച്ച് പറഞ്ഞൊന്നും അല്ല. അപ്പൊ അമ്മയോ? അമ്മ പറഞ്ഞല്ലോ, അച്ഛനും പറഞ്ഞു, എല്ലാരും പറഞ്ഞു. എന്റെ കുട്ടീനെ ഞാനല്ലാണ്ട് പിന്നെ ആരെ എടുക്കുക? അതെ അപ്പുണ്ണിയേട്ടാ, അവർക്കൊക്കെ കുഞ്ഞിനോടുള്ള ഇഷ്ടം കൊണ്ട് പറയണതാ. കുഞ്ഞിന്റെ തല ഉറച്ചിട്ടില്ലല്ലോ, അപ്പൊ അപ്പുണ്ണിയേട്ടനെ എടുക്കുമ്പോ അങ്ങനെ ആടി ഇങ്ങനെ പോയാലോ എന്ന് പേടിച്ചിട്ട് പറയണതാ. ഞാൻ സൂക്ഷിച്ചേ എടുക്കുള്ളൂ. നന്ദിനിയൊക്കെ ഈ കുട്ടിക്കാലത്ത് ഞാൻ എത്ര എടുത്തിട്ടുണ്ടറിയോ? ചോദിച്ചു നോക്ക്, പറഞ്ഞുതരും. അതെ, ഇപ്പൊ തീരെ പൊടി വാവയില്ലേ, കുറച്ചുകൂടി വലുതായ അപ്പുണ്ണിയേട്ടന്റെ കൂടെ തന്നെ ആയിരിക്കും. പിന്നെ അപ്പുണ്ണിയേട്ടന്റെ അടുത്തൊന്നും മാറില്ല. അപ്പൊ അപ്പുണ്ണിയേട്ടൻ തലയിൽ വെച്ചെടുക്കാം, തോളത്ത് വെച്ചെടുക്കാം. പിന്നെ വേണേ സൊസൈറ്റിയിലും കൊണ്ടുപോകാമല്ലോ.
സൊസൈറ്റിയിലോ? സൈക്കിള് വെച്ചോണ്ട് പോക്കോ. സൈക്കിളിൽ ഇരുത്തിട്ടോ? അപ്പൊ സൈക്കിളിന്റെ തണ്ടിന്റെ മുള ചെറിയൊരു സീറ്റ് ഉണ്ടാക്കാം അല്ലേ? ചെറിയൊരു സീറ്റ് വെച്ചാൽ മതി. അതിൽ കാലം അങ്ങോട്ട് ഇട്ടിട്ടിരിക്കുക മുന്നിലെങ്ങനെ പിടിച്ചിട്ട്. പിന്നല്ലേ, പിന്നെ ആരുടെ അടുത്ത് പോവില്ല വാവാ. അപ്പുണ്ണിയുടെ കൂടെ തന്നെ ആയിരിക്കും. അവരെ അത് മതി. വിഷമം മാറിയില്ലേ? പെട്ടെന്ന് എല്ലാവരും കൂടി എങ്ങനെ പറഞ്ഞപ്പോഴേ എനിക്ക് എന്തോ ആയി. അവനെന്തെങ്കിലും പറഞ്ഞോ? എന്ത്?